ആയിരിക്കട്ടെ. നിശ്ചയ മധ്യസ്ഥ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും. മിസ്സിയോ ജിഷ മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറ്റുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഏർപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം ഇപ്പോൾ എപ്പോഴും ആമേൻ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്കായെന്നും ദാഹിച്ചു പ്രാർത്ഥിക്കും കൂട്ടായ്മ. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം. ഏകീകരിക്കുന്ന ആത്മാവിനാലെന്നും ഏകമനസായി തീർന്നിടും ബന്ധം. ആപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആപരന്റെ വേദന നമ്മെ മുറിക്കുന്ന അത്ഭുത സ്നേഹത്തിൻ കൂട്ടായ്മ. ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. ആർദ്രതയേറുന്ന പാരസ്പര്യത്തിൻ്റെ അനുഭവമാകുന്ന ആത്മബന്ധം. ആർദ്രതയേറുന്ന പാരസ്പര്യത്തിൻ്റെ അനുഭവമേകുന്ന ആത്മബന്ധം. അടയാളമാകാൻ സാക്ഷ്യമായി തീരാൻ നമ്മെ ഒരുക്കുന്ന കൂട്ടായ്മ.
അടയാളമാകാൻ സാക്ഷ്യമായി തീരാൻ നമ്മെ ഒരുക്കുന്ന കൂട്ടായ്മ, ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മാവിൽ നിറഞ്ഞൊരു കൂട്ടായ്മ, ആത്മീയ സ്നേഹത്തിൻ കൂട്ടായ്മ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വസിച്ചവർ എല്ലാവരും ഒരു സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടെ ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മിസ്സിയോ ഭവനത്തെയും മിസ്സിയോ കൂട്ടായ്മയും സമർപ്പിക്കുന്നു. എന്ന് നടക്കുന്ന പ്രോഗ്രാമിനെ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രോഗ്രാം ഞങ്ങളുടെ പേട്ടനായ അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാമെല്ലാമായ ആലീസ് കുട്ടി ടീച്ചറിനെ സമർപ്പിക്കുന്നു. ടോമിച്ചിനെയും തോമസിനെയും ക്ലേറ്റസിനെയും സീനയെയും വത്സരമ്മയെയും എല്ലാം മറ്റ് എല്ലാ റിസോഴ്സ് പേഴ്സണുകളെയും കോർഡിനേറ്റർമാരെയും എല്ലാ മെന്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ജപമാല അർപ്പിച്ച ജിഷയും ഫാമിലിയും സമർപ്പിക്കുന്നു. അതായത് പ്രാരംഭഗാനം ആലോചിച്ച എളിയ ദാസനെ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രൊക്ലമേഷൻ നടത്തുന്ന ടെൻസിയെ സമർപ്പിക്കുന്നു. ടെസ്റ്റിമണി ചെയ്യുന്ന നമ്മുടെ ബാജു മട്ടത്തിനെ സമർപ്പിക്കുന്നു. സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി കോമിറ്റിനെ സമർപ്പിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദത്തിനായി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മനോജ് വടക്കേടത്തച്ഛനെയും സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ലോകമെങ്ങും പോയി പ്രചരിപ്പിക്കുവാനായിട്ട് മിസ്സിയോ കൂട്ടായ്മ ചെയ്യുന്ന നിസ്തുലവും സുദീർഘമായ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രഘോഷണത്തിൽ പങ്കുചേരുവാനായി ഞങ്ങളെയും അവിടുന്ന് വിളിച്ചു ചേർത്തിനോർത്ത് നന്ദി പറയുന്നു. അതിനാവശ്യമായ ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സഭയുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനുള്ള ശേഷിയും സേമഷിയും ഞങ്ങൾക്ക് നൽകണമേ. അതിനാവശ്യമായ സാമ്പത്തികവും മറ്റ് ഭൗതികവുമായ സാഹചര്യങ്ങളും ഒരുക്കി തരണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതും തക്ക സമയത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷങ്ങളെ പോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 133:1 സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അതെ, ഏക മനസ്സായി ലോക സുവിശേഷവൽക്കരണം സാധ്യമാക്കുന്നതിനായി മിസ്സിയോ പ്രിലിംസ് 15ാമത്തെ ബാച്ചിന്റെ 8ാമത്തെ സെഷനിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ വിജയത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ജിഷ റോസ് ഫാമിലിക്കും പ്രാരംഭ പ്രാർത്ഥനയും ഗാനവും ആലപിച്ച സക്രിയ ചേട്ടനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ
അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പിതാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സെഷനില് ഫൈനൽ ബ്ലെസ്സിംഗ് നൽകിക്കൊണ്ട് നമ്മൾക്ക് ആശീർവാദം നൽകുന്ന ഫാദർ മനോജ് വടക്കേട് അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ സെഷനിൽ വിവിധങ്ങളായിട്ടുള്ള സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ടെൻസി, ബാജു മുട്ടത്ത്, മേഴ്സി ടോമിച്ചൻ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു കൊണ്ട് സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കും. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രൊക്ലമേഷൻ ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ടെൻസിയെ സ്വാഗതം ചെയ്യുന്നു. നന്ദി സീന. ഈശ്വരൻക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നിലേക്ക് ഒതുങ്ങിക്കൂടാൻ സാധിക്കുകയില്ല. താൻ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും എല്ലാവരും ആ ദൈവസ്നേഹത്തിൽ വളരാനും ആ വ്യക്തി അതമ്യമായി ആഗ്രഹിക്കുന്നു. കൂട്ടായ്മ എന്താണെന്നും എങ്ങനെയാണ് മനുഷ്യർ കൂട്ടായ്മയിൽ വളരേണ്ടതെന്നും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 1:26 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം അരുൾ ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം കൂട്ടായ്മയിലാണ്, തന്റെ സ്നേഹ കൂട്ടായ്മയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇങ്ങനെ വായിക്കുന്നു: ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ആദിയിൽ കുടുംബം സ്ഥാപിച്ച് ദൈവം ആ സ്നേഹ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. പർദീസായിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ദൈവം മനുഷ്യനെ പർദീസായിലാക്കുകയും എല്ലാ ജീവജാലങ്ങളുമായി സ്നേഹ കൂട്ടായ്മയിൽ കഴിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പാപം ചെയ്ത് പർദീസായിൽ നിന്ന് പുറത്താകുന്നത് വരെ മനുഷ്യൻ ദൈവവും പ്രകൃതിയുമായി സ്നേഹത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഒരു കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത്. ആദിയിൽ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആ ചൈതന്യമാണ്, പരിശുദ്ധാത്മാവാണ് ഇന്ന് എല്ലാ സൃഷ്ടികളിലും എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സ്നേഹവും കൂട്ടായ്മ അനുഭവവും ഉളവാക്കുന്നത്. ഉൽപ്പത്തി 12:2 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് നിന്നെ വലിയൊരു ജനതയാക്കുന്നു, നീ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ലേവർ 26:2 നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽക്കാരോട് ദൈവം അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ഉടനീളം മനുഷ്യനുമായി സഹവസിക്കുന്ന, അവനെ തന്റെ ചിറകിന്റെ കീഴിൽ തള്ളപ്പക്ഷി കുഞ്ഞിനെ കരുതുന്നത് പോലെ കരുതാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. ഇസ്രായേൽക്കാർക്ക് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം എപ്പോഴും അവരോടുകൂടി വസിക്കുന്നു. എന്താണ് കൂട്ടായ്മയെന്നും ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്നും സഭാപ്രസംഗത്തിന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. അവരിൽ ഒരുവൻ വീണാൽ താങ്ങാൻ അപരന് കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവന് ചൂട് കിട്ടും. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും. 2 പേരാണെങ്കിൽ ചെറുത്തു നിൽക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. കൂട്ടായ്മയുടെ സാരാംശം ഈ തിരുവചന ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തണലുമായി മറ്റുള്ളവർ കാണും. അവനെ കീഴ്പ്പെടുത്താൻ ഒരു ശത്രുവിനും എളുപ്പത്തിൽ സാധിക്കുകയില്ല.
ഈശോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ ശിഷ്യന്മാരിൽ ഈ കൂട്ടായ്മ അനുഭവം വളർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പോസ്തലന്മാർ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈശോ 12 സ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് സർവ്വ പിശാചുക്കളുടെ മേൽ ശക്തിയും അധികാരവും കൊടുത്തു. അതുപോലെ ലൂക്ക 10-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 72 പേരെ ഈശോ സുവിശേഷ പ്രഘോഷണത്തിനായി ഈ 2 പേരെ വീതമായിട്ടാണ് അയക്കുന്നത്. കൂട്ടായ്മയുടെ ശക്തിയും അതിന്റെ കരുതലും തുടക്കം മുതലേ അനുഭവിക്കുവാൻ ശിഷ്യന്മാരെ ഈശോ സജ്ജമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:14 നാം ഇങ്ങനെ കാണുന്നു, അവർ അവിടുത്തെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരന്മാരോടുമൊപ്പം സദാസമയം പ്രാർത്ഥനയിലായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സഭയുടെ സ്ഥാപനം സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവ് വരുന്നത് കൂട്ടായ്മയിൽ മാതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീഹന്മാരുടെ കൂടെയാണ്. അപ്പോസ്തലന്മാർ 2:42 നാം ഇങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം, കൂട്ടായ്മ, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയിലെല്ലാം സദാ താല്പര്യപൂർവ്വം പങ്കുകൊണ്ടിരുന്നു. തങ്ങൾക്കുള്ളവയൊന്നും അവർ സ്വന്തമായി കരുതിയില്ല. അതെല്ലാം പങ്കുവെച്ച് ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ അവർ സദാ ശ്രമിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീക്ഷണത്തിൽ ഈ ഭൂമി ഒരു പൊതുഭവനമാണ്. ഇവിടെ എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള എല്ലാ വസ്തുവകകളും ദൈവം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ പരസ്പരം പങ്കുവെക്കാനും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം ഈ ഭൂമി ഒരു പർദീസയായി മാറും. ഈ കൂട്ടായ്മ അനുഭവത്തിന്റെ ഒരു നേർചിത്രമാണ് നമ്മുടെ കുടുംബവും സഭാ സമൂഹവും, നാം പ്രവർത്തിക്കുന്ന ഓരോ ഇടവും. അപ്പനും മക്കളും അടങ്ങുന്ന കുടുംബം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയുടെ ഒരു നേർചിത്രമാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന, കത്തോലിക്കർക്ക് കിട്ടിയിരിക്കുന്ന കൂട്ടായ്മ അനുഭവത്തിന്റെ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ആ സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും എല്ലാവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലുള്ള ബലിയർപ്പണവും മിഷൻ ലീഗ്, യുവദീപ്തി, മാതൃവേദി തുടങ്ങിയ സംഘടന, ജീസസ് യൂത്ത് തുടങ്ങിയ സംഘടനകളിലെ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ അനുഭവം മനസ്സിലാക്കുവാനും സ്നേഹത്തിലും സഹവർത്തിത്തിലും ജീവിക്കുവാനും എന്നെ പ്രാപ്തരാക്കി. മിസിയോയുടെ ഓരോ കോഴ്സും പരിശുദ്ധാത്മാവിനാൽ വ്യക്തികൾ നിറഞ്ഞ് ലോക സുവിശേഷവൽക്കരണത്തിന് സഭയോടൊത്ത് പങ്കാളികളാകുവാൻ നമ്മെ ഒരുക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ ഈ വലിയ മിസിയോ കൂട്ടായ്മയുടെ ഭാഗമായതിന്റെ ഫലമായി ഇന്ന് ഈ പ്രൊക്ലമേഷൻ നടത്തുവാൻ എനിക്ക് സാധിച്ചത് ആന്ധ്രയിലുള്ള റായദുർഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാന്ത്രി അച്ഛന്റെയും സിസ്റ്റർ ആൻസിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഈശോയ്ക്ക് പകർന്നു വെച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ, കൂട്ടായ്മ അനുഭവത്തിന്റെ വളരെ വലിയ ബോധ്യങ്ങളാണ് ഞങ്ങളിൽ ജനിപ്പിച്ചത്. ഞങ്ങൾ 7 പേർ അടങ്ങുന്ന ഒരു സംഘത്തിന് ഈ അന്ധതയിലും അജ്ഞാനത്തിലും കഴിയുന്ന ഈ ജനങ്ങൾക്ക് ഈശോയുടെ വെളിച്ചമായിട്ട് ഇവരൊക്കെ മാറുന്നത് കാണുവാൻ ദൈവം അനുവദിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:6 പറയുന്നു, ഇതാ ലോകത്തെ തലകീഴായി മറിക്കുന്ന വ്യക്തി എന്ന് പൗലോസ്ലീഹയെ പറ്റി പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാന്ത്രി അച്ഛനും ഈ സിസ്റ്ററും ഇവിടെയുള്ള ഈ വില്ലേജിലുള്ള അശരണരും അനാഥരുമായ ഈ മനുഷ്യ മക്കൾക്ക് ഈശോയുടെ സ്നേഹം കൂട്ടായ്മയിൽ പങ്കുവെച്ച് അവരെയും ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരികയാണ്. അച്ഛനെ സംബന്ധിച്ചൊക്കെ പറയുവാണെങ്കിൽ തനിക്കുള്ളതെല്ലാം പൊതുസ്വത്തായിട്ട് മറ്റുള്ളവർക്ക്, ഞങ്ങൾ വന്ന സമയത്ത് സ്വന്തം കട്ടില് തന്നെ ഒഴിഞ്ഞ് ഞങ്ങൾക്ക് തന്ന ഇവിടെയുള്ള വില്ലേജിലെ ജനങ്ങളുമായിട്ട് തനിക്ക് കിട്ടുന്നതെല്ലാം പങ്കുവെച്ച് തന്നെ പോലെ തന്നെ അവരും ഈശോയുടെ സ്നേഹത്തിൽ വളരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. മിസിയോ കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ഫലമായി ഞങ്ങൾക്കും ബഹുമാനപ്പെട്ട ആലീസ് കുട്ടി ആന്റിയുടെയും തോമസൻ ബ്രദറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ആ കോഴ്സിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ സ്വർഗോന്മുഖമായ ഞങ്ങളുടെ ജീവിതത്തിൽ
ഞങ്ങളുടെ സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം കൂടുതൽ തീക്ഷ്ണയോടെ ചെയ്യാനും അനേകം മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കാനുമുള്ള ഒരു ചെറിയ തിരി ഞങ്ങളുടെ ഹൃദയത്തിലും തെളിക്കപ്പെട്ടു. ഈ മിസ്സിയ പ്രിലിംസ് കോഴ്സിൽ പാസ്സാകുന്ന ഓരോ വ്യക്തികൾക്കും ഈശോയുടെ സുവിശേഷകരാകാനുള്ള ആ വലിയ ദൗത്യത്തിൽ പങ്കുചേരാനും ഫ്രാൻസിസ് പാപ്പായോടൊപ്പം ലോകം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ ടെൻസി. ഒരു മിഷൻ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രൊക്ലമേഷൻ ചെയ്ത ഡോക്ടർക്ക് ഒത്തിരി നന്ദി. അടുത്തതായി കൂട്ടായ്മയിലൂടെ തന്റെ ജീവിതത്തിൽ കുടുംബത്തിനും തനിക്കും ലഭിച്ച സ്നേഹ സന്തോഷ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ബാജു ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. ഏറെ സ്നേഹത്തോടെ ബാജു ചേട്ടനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബാജു മുട്ടത്ത്. ഞാൻ നാട്ടിലെ തൃശ്ശൂര്, എൻ്റെ ഇടവകയുടെ പേര് പെരുവല്ലൂര്. ഞാനിവിടെ ദുബായിലെ ഷാർജയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഡീന, 5 മക്കള്. ഞങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ അനുഭവമായി ജീവിച്ചുകൊണ്ട് പോകുന്നു. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2000 കാലഘട്ടത്തിൽ ഡിസംബറിൽ നടന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് കൂട്ടായ്മ അനുഭവത്തിലേക്ക് വരുവാനും കൂട്ടായ്മയുടെ പ്രത്യേകതകൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ഈ കൂട്ടായ്മയിലൂടെ ജീവിതത്തിലെ ഒത്തിരി ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുമെന്നും ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയൊക്കെ ബോധ്യം നൽകിയത് ആ ഒരു കൂട്ടായ്മ പ്രോഗ്രാമിലൂടെയായിരുന്നു. 2000 ഡിസംബറിൽ നടന്ന വിമല കോൺഫറൻസ് എന്ന പ്രോഗ്രാമിലെ ഞാൻ അത്ഭുതകരമായിട്ട് എന്നെ കർത്താവ് സ്പർശിക്കുകയായിരുന്നു. കർത്താവ് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുവാൻ ആ കൂട്ടായ്മയിലൂടെ എന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഒരു 5 ദിവസത്തോളം ഉണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാമിലെ ഒരു 3-ാമത്തെ ദിവസം കർത്താവ് ആരാധനയിലൂടെ കർത്താവ് എന്നെ സ്പർശിക്കുകയും ഒരുപാട് ബോധ്യങ്ങൾ നൽകി കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ വലിയ തീഷ്ണത എന്നിൽ വന്ന് നിറയ്ക്കുകയായിരുന്നു. ആ സമയങ്ങള് അന്നേ വരെ ജീവിതത്തിലെ വളരെ വ്യത്യസ്തമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഈ എൻ്റെ സമപ്രായക്കാർ ഇത്രമാത്രം കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും പാട്ടുപാടുകയും ആഘോഷിക്കുകയും ഈ കാര്യങ്ങളിലെല്ലാം വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുന്നത് ഞാൻ അത്ഭുതപൂർവമായിട്ടുമാണ് കാണുകയായിരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ചെറുപ്പം 7-ാം ക്ലാസ് മുതലേ താമസിച്ചുള്ള പല ധ്യാനങ്ങളും പങ്കെടുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു 7 മുതലേ എനിക്ക് തോന്നുന്നു 19 വയസ്സ്, 7-ാം ക്ലാസ് മുതൽ 19 വയസ്സ് വരെ ഒത്തിരി ധ്യാനങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന കുറെ ദൈവാനുഭവങ്ങൾ ഒരു പക്ഷേ 2 ആഴ്ചയും 3 ആഴ്ചയും 3 മാസമൊക്കെ ആയിട്ട് നിലനിൽക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ 2000 നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ കടന്നു പോയപ്പോ കർത്താവ് ഒത്തിരി ദൈവാനുഭവം നിറച്ചപ്പോ എൻ്റെ ഉള്ളിലുള്ള വേദന ഇതായിരുന്നു, ഈശോയെ ഇപ്പോഴും ഈ ഒരു ദൈവാനുഭവം എനിക്ക് 2 മാസം മാക്സിമം 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത എന്നെ അലട്ടുമായിരുന്നു. അന്ന് ആ ക്ലാസ്സിലൂടെ ആ പ്രോഗ്രാമിലൂടെ നടന്ന ചിന്തകളിലൂടെ അന്നത്തെ റിസോഴ്സുകൾ പറയുകയായിരുന്നു, ഒരു ബേസിക് കൂട്ടായ്മയുടെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് എനിക്ക് ബോധ്യം തരുമായിരുന്നു. ജീസസ് യൂത്തിന്റെ 6 സ്തൂപങ്ങളിലെ 4-ാമത്തെ സ്തൂപമായിരുന്നു കൂട്ടായ്മ എന്ന് പറയുന്നത്. അന്നേ വരെ കൂട്ടായ്മയുടെ ഈ ആവശ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ വളരെ ആവേശപൂർവ്വം ഞാൻ അതിന്റെ പല മേഖലകളിലും കർത്താവും പരിശുദ്ധാത്മാവും എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ നാളുകളായി എൻ്റെ ഇടവകയിൽ കണ്ടുവന്നിരുന്ന ഈ ഒരു ജീസസ് യൂത്ത് പ്രയർ മീറ്റിങ്ങിനെ ഒത്തിരി അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന അന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, കർത്താവ് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അവരുടെ കൂടെ ചെന്നിരുന്നെന്ന്, അവരെ കൂടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനും അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുവാനൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ കർത്താവ് നീ നിന്റെ പരിശുദ്ധാത്മാവ് വഴി എന്നെ ക്രമീകരിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണെന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഞാൻ കർത്താവിന് കൊടുത്തു. ഞാൻ എൻ്റെ ഇടവകയുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ഭാഗമായിട്ട് മാറി. ചെറിയ ഗ്രൂപ്പായിരുന്നു അന്ന് വരെ. പക്ഷെ അന്നു മുതലേ ഞാൻ എൻ്റെ സമപ്രായക്കാരെ കണ്ടെത്തുവാനും കൂടുതൽ ആവേശത്തോടെ ഈ കൂട്ടായ്മകൾക്ക് വേണ്ടി ജീവിക്കുവാനും ഒക്കെ കർത്താവ് എനിക്ക് ഒത്തിരി പരിശുദ്ധാത്മാവ് വഴി വലിയ കൃപ നൽകി. ഞാൻ അവിടെ മുതൽ ഞങ്ങളുടെ സോണുകള് ഇങ്ങനെയുള്ള പല മേഖലകളിലും കർത്താവ് എന്നെ പല മേഖലകൾക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് പാട്ട് പാടുമായിരുന്നു. ധ്യാനങ്ങൾക്ക് പാട്ട് പാടുന്ന അവസ്ഥകളെല്ലാം ആയിരുന്നു. പിന്നെ ഒത്തിരി ഞായറാഴ്ചകൾ ഞങ്ങൾ പല കൂട്ടായ്മകൾക്ക് പോകുന്നു. കർത്താവ് അങ്ങനെ ഒത്തിരി മേഖലകളിലേക്ക് കർത്താവ് എന്നെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി.
അന്നേ വരെ ജീവിതത്തിൽ പല ചിന്തകളിലൂടെ കടന്നു പോയായിരുന്ന ഒരു യുവത്വത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമുണ്ടാവുന്ന എല്ലാ ആ അസ്വസ്ഥതകളും എല്ലാ പോരായ്മകളും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഞാൻ, പല ചിത്രങ്ങളും പല പടങ്ങളും പല വ്യത്യസ്ത ജീവിത രീതികളൊക്കെ ആയിരുന്ന ഞാൻ, അന്ന് മുതലേ അല്ലെങ്കിൽ ആ സമയം മുതലേ ഒരു വർഷത്തിന്റെ ഇടയിലെ ഞാൻ എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഞാൻ എൻ്റെ ചീത്ത സ്വഭാവങ്ങളെല്ലാം പലതും മാറ്റുന്നെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ പല പൊട്ട വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ അറിയാതെ തന്നെ എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ആളുകളിലേക്ക് ഒരുപാട് ദൈവാനുഭവങ്ങൾ പറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറ്റി കർത്താവ്. അവിടുന്ന് തുടർന്നും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹം എനിക്ക് മെല്ലെ മെല്ലെ ജനിക്കാൻ തുടങ്ങി. കർത്താവ് ഈ സമയങ്ങളിലെ എൻ്റെ ബാച്ചിലേഴ്സ് സമയത്ത് തന്നെ ആന്ധ്രാപ്രദേശിലെ ഒരു മിഷൻ ജേണി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു 10 ദിവസം പോയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എൻ്റെ ഒരു കോളാണ്. ഇവിടെ എനിക്ക് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോങ് ടൈം മിഷൻ കർത്താവ് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു 6 മാസത്തിന് ശേഷം നാഷണൽ കരിസ്മാറ്റിക് കൺവെൻഷൻ ഒരു പ്രോഗ്രാം അവിടെ നടക്കുകയായിരുന്നു. ആ പ്രോഗ്രാമിന്റെ വോളണ്ടിയർ ആയിട്ട് ആന്ധ്രയിലേക്ക് വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 8 മാസം കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഈ ഒരു ദൈവരാജ്യ കൂട്ടായ്മയുടെ പ്രഘോഷണത്തിന് വേണ്ടിയും കൂട്ടായ്മയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കർത്താവ് എന്നെ അവിടെ ഉപയോഗിച്ചു. തുടർന്ന് ഞാൻ എൻ്റെ ഈ ദുബായിലേക്ക് വരികയായിരുന്നു 2003 സമയങ്ങളില്. ഇവിടെ വരുമ്പോഴും ഞാൻ ഈ കൂട്ടായ്മകൾക്ക് വേണ്ടി നിലനിൽക്കുവാനും കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ഇനി നാഷണൽ ലെവൽ കഴിഞ്ഞു, ഇനി ഇന്റർനാഷണൽ ലെവലിലൊക്കെ കർത്താവ് എന്നെ ക്രമീകരിക്കുമെന്ന് പലരും കൂട്ടായ്മകളിലൂടെ എന്നെ ആവേശത്തോടെ ഓർമ്മപ്പെടുത്തി. കർത്താവ് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാത്ത എൻ്റെ പല സ്വഭാവങ്ങളും നന്മകളും കൂട്ടായ്മയിലൂടെ സംസാരിക്കാൻ പറ്റി. ബാജുചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നന്മയായിട്ട് മാറുന്നുണ്ട്, പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ പോലും കണ്ടുപിടിക്കാത്ത പല എൻ്റെ കഴിവുകളും കാര്യസ്ഥങ്ങളും കൂട്ടായ്മകളിലൂടെ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഞാനിവിടെ 2003 കാലഘട്ടത്തിൽ ഇവിടെ ഷാർജയിൽ വന്ന് ഇറങ്ങുമ്പോൾ പല മേഖലകളിലേക്കും വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. കർത്താവെ, ഈ കർത്താവിന് വേണ്ടി പല മേഖലകൾക്കും വേണ്ടി എനിക്ക് ഓടണം, അതിനുവേണ്ടി ഞാൻ ലൈസൻസ് എടുക്കണം. ഇവിടുത്തെ എൻ്റെ സാധ്യതകളെല്ലാം ഞാൻ നോക്കിയിരുന്നു. ഞാൻ ലാംഗ്വേജ് പഠിക്കുവാനും ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കർത്താവിന്റെ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് ഞാൻ വളരെ ചിന്തിച്ചിരുന്നു. കർത്താവ് കമ്പനിയുടെ ഒരു ട്രാൻസ്ഫർ എന്നുള്ള മുഖേന അലൈൻ എന്ന പ്രദേശത്തേക്ക് എന്നെ അവിടേക്ക് മാറ്റി. അന്നേ വരെ ഒത്തിരി കൂട്ടായ്മ ജീവിതത്തിലൂടെ കടന്നുപോയ ഞാൻ വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ചിട്ടുള്ള അവസ്ഥ പോലെ ഒരു കൂട്ടായ്മയോ ഒരു ചെറിയ പള്ളി മാത്രം ഉണ്ടായിരുന്ന അലൈൻ എന്ന പ്രദേശത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി. ഞാൻ കർത്താവുമായിട്ട് ഒത്തിരി വിഷമത്തിലായി പോയി. ഞാൻ കാലത്ത് വിശുദ്ധ കുർബാനയിലും മറ്റുള്ള മേഖലകളിലും ആരാധിക്കുമ്പോഴെല്ലാം കർത്താവുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. കർത്താവ്, നീ എല്ലാ സ്ഥലങ്ങളിലും നീ എന്നെ പല വ്യത്യസ്ത മേഖലയായിട്ട് ഉപയോഗിച്ചു, പക്ഷെ അലൈനിൽ നീ എന്നെ ഇവിടെ എന്ത് ചെയ്യാനാണ് ഈ ബംഗാളികളും പാകിസ്ഥാനികളും കൂടുതലുള്ള ഈ സ്ഥലത്ത് എന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. കർത്താവ് മെല്ലെ മെല്ലെ ഇതിന്റെ പദ്ധതി എനിക്ക് മനസ്സിലാക്കി തന്നു. കർത്താവ് ഈ സമയങ്ങളിലെല്ലാം ഈ ജീസസ് യൂത്ത് ഇല്ലാത്ത ഒരു പ്രദേശത്ത് അവിടെ ഒരു പുതിയ കൂട്ടായ്മ തുടങ്ങുവാൻ കർത്താവ് അവിടെ നിന്ന് എന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അവിടുന്ന് മെല്ലെ മെല്ലെ അവിടെയൊക്കെ യുവജനങ്ങളെ വിളിച്ചുകൂട്ടുകയും പള്ളിയിലെ ഒരിക്കലും അനുവദിക്കാത്ത പള്ളിയിലെ, പ്രത്യേകിച്ച് അവിടെയൊക്കെ അച്ഛൻ പറഞ്ഞിരുന്ന യൂത്ത് നോ ദ ഗാദറിംഗ് ഇൻ ദ ചർച്ച്, അങ്ങനെ പറഞ്ഞിരുന്ന അച്ഛനിലൂടെ ആ അച്ഛന്റെ സമയത്ത് തന്നെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും അവിടുത്തെ ഒരു സർവീസ് ടീം മെമ്പർ ആകുകയും അതിന്റെ ആദ്യത്തെ കോർഡിനേറ്റർ ആകുവാനും കർത്താവ് എന്നെ ക്രമീകരിച്ചു. അവിടുന്ന് കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഈ ശുശ്രൂഷകളൊന്നും മുടങ്ങാതെ ശുശ്രൂഷകൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ കർത്താവിന്റെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ 16 കൊല്ലം ജീവിതത്തിൽ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഒരുപാട് ഈ 6 മാസം മുമ്പ് ഈ പരിചയപ്പെട്ട മിസ്സിയോയിലൂടെ ഒരുപാട് ജീവിതത്തിൽ നന്മകളെ കണ്ടെത്തുകയും ഇതിന്റെയൊക്കെ ഭാഗമാകുവാനും ഇതിന്റെ ഭാഗമാകാൻ അനേകരെ ക്ഷണിക്കുവാനും ഇവരൊക്കെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തുവാനും കർത്താവിനെ ഞങ്ങൾ ഇവിടെ ക്രമീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2018 വരെ 4 കൊല്ലത്തോളം ഞങ്ങളെ കുടുംബമായിട്ട് ജീവിക്കാൻ ഇവിടെ സാധിച്ചിരുന്നില്ല. 2014 കൂടിയിട്ട് 4 കുട്ടികൾ സർജറിയിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന്റെ അസ്വസ്ഥതകളും അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഡീനയും കുട്ടികളും നാട്ടിലേക്ക് മാറുകയും ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന പലപ്പോഴും ആക്സസ് മീറ്റിങ്ങുകളും പല ഉത്തരവാദിത്തങ്ങളുള്ളപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ വളരെ അത്ര ഇമ്പോർട്ടന്റ് ഞാൻ കൊടുത്തിരുന്നില്ല. ഒരു 2018 സമയത്തിൽ കർത്താവ് തന്നൊരു ബോധ്യമായിരുന്നു കുടുംബ പ്രാർത്ഥനയിലും കുടുംബത്തിന്റെ ഒരു വലിയൊരു ചിന്തയും. ഞാൻ ഡീനയോട് പറഞ്ഞു, ഇനി നിങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. 2018 മുതലേ ഞാൻ ഇവിടുന്ന് ബോട്ടിമിലോ സൂമിലോ പ്രാർത്ഥിക്കും. ഡീനയും മക്കൾ അവിടുന്ന് കൂടും. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2019 മുതൽ ഞങ്ങൾക്കൊരു ഉണ്ണിവാവ വീണ്ടും വേണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു, അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു.
എന്നാൽ ഒരു സർജറിയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് അടുത്തൊരു ഉണ്ണിവാവയിലേക്ക് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ദേഹത്തിന്റെ അസ്വസ്ഥതകൾ മൂലം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിരുന്നു. അങ്ങനെ ഒരു സർജറിക്ക് വേണ്ടി ഞങ്ങളെ കർത്താവ് ഒരുക്കുകയായിരുന്നു. എന്നാൽ ഇത് ചെയ്യാനുള്ള സാധ്യതകളോ അതിനുള്ള ധൈര്യമോ ഡീനയ്ക്കോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കർത്താവ് ഞങ്ങളോട് നിരന്തരം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, വചനത്തിലൂടെയും കൂട്ടായ്മയിലൂടെ എല്ലാം. എന്നാൽ ഒരു ടൈമിൽ ഡീമനെ പറഞ്ഞു, ബാച്ചേട്ടൻ ഇവിടെ വരികയാണെങ്കിൽ, നാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കാം. എനിക്കാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടില്ലായിരുന്നു, ഒരു പക്ഷെ ജോലി പോകുമായിരുന്നു. ഞാൻ അന്ന് ഡീനോട് പറഞ്ഞു, ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയില് ഞാൻ വചനം വായിക്കാം, കർത്താവ് എന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മളോട് കുടുംബത്തോട് പറയുന്ന കാര്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ജെറമിയ പുസ്തകത്തിന്റെ 29-ാമത്തെ അധ്യായത്തിൽ 5:6 ഞങ്ങളുടെ വ്യക്തിപരമായ കർത്താവ് സംസാരിച്ചു. വീട് പണിത് നിങ്ങൾ അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ വെച്ച് പിടിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാർക്കും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. കർത്താവ് നൽകിയ ഈ ഒരു ചിന്ത അന്നേ വരെ ഞാൻ ഈ ഒരു വചനം ഞാൻ എവിടെയും കേട്ടിട്ടില്ലാത്തായിരുന്നു. കർത്താവ് 29:11 നമുക്ക് കേൾക്കാറുണ്ട്. ജെറമിയ നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി 29:5 എന്റെ കണ്ണിൽ ഉടക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് കർത്താവ് എന്നോട് നേരിട്ട് പറയാറ്. ഞാൻ പറഞ്ഞു, ഡീന ഇനി ഇതിൽ ഒന്നും ചിന്തിക്കാനില്ല, ഞാൻ വരുന്നു, ഇതിനു വേണ്ടി ലീവ് അപ്ലൈ ചെയ്യുന്നു. അന്ന് മുതലേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും 25% പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് ഡോക്ടർ ഫിൻഡോ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ചു. 2022 സമയത്ത് ഞങ്ങൾക്ക് 5-ാമത്തെ ഒരു ആൺകുട്ടി വാവയെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് അനുവദിച്ചു. ഈ 2015 മുതൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒത്തിരി ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ ഞങ്ങൾ നേരിടുമായിരുന്നു. 2021 ഞങ്ങൾ ഈ ഒരു സർജറിയിൽ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കുറെ തടസ്സങ്ങൾ മാറുന്നുണ്ടെന്ന്. ഞങ്ങൾ മെല്ലെ മെല്ലെ ഞങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളും അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കാണുകയോ പതിവായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു 2015 മുതലേ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു 1 മന്തെങ്കിലും ഒരു മിഷന് പോകണമെന്ന്, കൂട്ടായ്മകൾക്ക് വേണ്ടി പോകണമെന്ന്. കർത്താവ് 2015 ഒരു ആഗ്രഹം 2021 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിന്റെ സാധ്യതകൾ തുറന്നു വന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒമിക്രോൺ ആയിരുന്നു. ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ 1 മന്ത് എല്ലാം ഇവിടെ സ്റ്റോപ്പുകളായിട്ട് ജീസസിന്റെ മിഷനൊക്കെ പോയി ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ കർത്താവ് ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. ഒമിക്രോൺ ആയാലും എന്ത് തന്നെയായാലും കർത്താവ് പറയുകയാണെങ്കിൽ, കർത്താവ് ഈ കുടുംബ പ്രാർത്ഥനയിലൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പോകാൻ ഡീനെ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു വചനം തന്നു. ഏശയ്യ 85:6 പറയായിരുന്നു, നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൊടും, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഈ സമയങ്ങളിലെല്ലാം, ഈ പോകുന്ന സമയങ്ങളിലെല്ലാം ഒത്തിരി ദൈവാനുഭവങ്ങളായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ഒത്തിരി മക്കളിലേക്ക് അത് കൊടുക്കുവാനും കുടുംബമായിട്ട് അത് സാക്ഷ്യപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. വീണ്ടും ഞങ്ങള് ഈ 2021 മുതലേ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല യു എയിൽ. ഞങ്ങൾ 5 മക്കൾ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് വളരെ ചെറിയൊരു സാലറി ആയിരുന്നു. 5 മക്കളിൽ 4 മക്കളും പഠിക്കുന്നതായിരുന്നു. ഈ 4 മക്കളെ ഇവിടെ പഠിപ്പിക്കണമെന്ന് ഒത്തിരി സാമ്പത്തിക ഭാരമുള്ള ഒരു കാര്യമായിരുന്നു. കർത്താവിനോട് ഞങ്ങൾ പറഞ്ഞു, കർത്താവെ നീ ഞങ്ങളോട് ശക്തമായിട്ട് സംസാരിക്കണം. ഇവിടെ കൊണ്ടുവന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ പരിഹാസ പാത്രങ്ങളായിട്ട് മാറരുത്. കർത്താവ് ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇവരെ കൊണ്ടുവന്നു. കർത്താവ് ഞങ്ങൾക്ക് പല മാർഗങ്ങളും കാണിച്ചു തന്നു. അതിലൊരു മാർഗമായിരുന്നു ഹോം സ്കൂളിങ്. ഞങ്ങൾ 4 മക്കൾക്കും നിയോസ് എന്നുള്ള ഒരു ഹോം സ്കൂളിങ്ങിലൂടെ ഇവിടെ കൊണ്ടുപോയി. ഈ 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വന്ന എൻ്റെ മൂത്ത കുട്ടി ബെനീറ്റ 14 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു. 10ൽ ജയിച്ചു. അവൾക്ക് 77% മാർക്ക് തന്നു. നമുക്ക് ഒരു ചെലവുമില്ലാതെ ഈ 4 മക്കളും ഇവിടെ ഈ 5 മക്കളായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഒപ്പം കൂടാതെ ഈ ഒരു കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബോധ്യങ്ങൾ കർത്താവ് നൽകുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മകളിലെല്ലാം കടന്നു പോയപ്പോഴും, പ്രത്യേകിച്ച് ഈ മിസ്സിയോടെ പല മേഖലകളിലേക്കും ശുശ്രൂഷകളിലേക്കും ഓടുമ്പോഴും കർത്താവ് ഞങ്ങളോട് കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഒത്തിരി കുടുംബങ്ങൾക്ക് ഇത് എത്തിക്കണം, ഒത്തിരി കുടുംബങ്ങളിലേക്ക് ഈ ആശയം കൊടുക്കണമെന്ന്. ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് 2 മക്കളോ 3 മക്കളായാൽ എല്ലാവരും റീലൊക്കേറ്റ് ചെയ്യുന്നു, എക്സ്പെൻസ് കൂടുതലാണ്, ഇവിടുത്തെ വാടക കൂടുതലാണെന്നൊക്കെ പറയുന്നവർക്ക് ആശ്വാസമായി ഈ ഒരു പരിഹാരത്തിന് ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഹോം സ്കൂളിംഗ് കമ്മ്യൂണിറ്റി പോലുള്ള പല സാധ്യതകളും, കരിക്കുലം പോലെയുള്ള പല സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഞങ്ങൾക്ക് കർത്താവ് കാണിച്ചു തന്നപ്പോൾ ഇതൊക്കെ പ്രചരിപ്പിക്കാനും 4ന്റെ മുകളിലുള്ള മക്കളെ, കുടുംബങ്ങളെ വിളിച്ചു കൂട്ടുവാനും ഇതെല്ലാം കർത്താവ് ഞങ്ങൾ ആഗ്രഹിപ്പിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. ഈ സമയങ്ങളിലെ പരിശുദ്ധാത്മാവ് നൽകിയ എല്ലാ പ്രചോദനങ്ങളും കൂട്ടായ്മയുടെ എല്ലാ ബോധ്യങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടി അനേകം കുടുംബങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും യുവജനങ്ങൾക്കൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
താങ്ക് യു ബാദുഷേട്ടാ. വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂട്ടായ്മ അനുഭവത്തിലൂടെ ലഭിച്ച സ്നേഹ അനുഭവങ്ങൾ നമ്മളോടുമായി പങ്കുവെക്കുകയായിരുന്നു. ഏറെ സ്നേഹത്തോടെ ബാദുഷേട്ടൻ നന്ദി പറയുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. കൂട്ടായ്മയെ കുറിച്ച് ആധികാരികമായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി ടോമിച്ചൻ, മേഴ്സി ചേച്ചി നമ്മുടെ ഒപ്പമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സബ് ഗ്രൂപ്പുകളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം സിദ്ധിച്ചവരായ നമ്മൾ കൂടുതൽ വളരുവാനും കൂടുതൽ പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുമായി ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചാണ് ഈ ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു ജീവനില്ലാത്ത ഒരു കൂട്ടം വിറകും കാണുന്നുണ്ട്, ജീവനുള്ള ഒരു കൂട്ടം മനുഷ്യരെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ജീവനില്ലാത്ത ഒരു കൂട്ടം വിറകാണ് കാണുന്നത്. അടുക്കി വച്ചിരിക്കുന്ന വിറകുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുപോലെ എന്തിനോ വേണ്ടി ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയും നമുക്ക് കാണാം. അവർക്ക് പരസ്പരം അറിയില്ല, പരസ്പരം ബന്ധങ്ങളും ഉണ്ടാകണമെന്നില്ല. ഏതോ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ചുവട് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു കൂടിയവരാണ് അവർ. അവരെയും ഒരു കൂട്ടം ജനമെന്നേ വിശേഷിപ്പിക്കാനാവൂ. പ്രപഞ്ചം ദൈവാംശമുള്ള, ചലനമുള്ള, പരസ്പരം ആകർഷണമെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ബന്ധത്തിൽ ശൂന്യതയിൽ തിരിഞ്ഞു മറിയുന്ന ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടമാണ് നാം ഇവിടെ കാണുന്നത്. ജീവനില്ലാത്ത ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണ് നിശ്ചലമായ ഒരു ശരീരം. ജീവനും ആത്മാവുമുള്ള മനുഷ്യ ശരീരം ക്രിയാത്മകവും ചലനാത്മകവുമാണ്. ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കൂട്ടത്തെ കൂട്ടായ്മ ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവിലാണ് നമ്മളത് കാണുന്നത്. പരിശുദ്ധാത്മാവ് ഏകീകരണത്തിന്റെ ആത്മാവാണ്. എല്ലാറ്റിനും ഒന്നിപ്പിക്കാൻ ശക്തിയുള്ള ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാൻ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു. അവർ ഒരു കൂട്ടായ്മയായി തീരുന്നു. ആത്മ നിറവുള്ള ഒരു കൂട്ടായ്മ സ്നേഹ കൂട്ടായ്മയാണ്. അവിടെ ഭിന്നിപ്പിന്റെ സ്വരമില്ല, ഒരേ ആശയം, ഒരേ ലക്ഷ്യം, ഒരു മനസ്സോടെയുള്ള ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരസ്പരം വിടവുകളില്ലാത്ത കൂട്ടായ്മ. അതിൽ സമത്വം, സ്നേഹം, ആനന്ദം എന്നിവ നിരന്തരം കളിയാടുന്ന സ്നേഹ കൂട്ടായ്മ. ഉൽപ്പത്തി 2:18 ഇങ്ങനെ കാണുന്നു: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. കൂട്ടായ്മയായ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതും കൂട്ടായ്മയിലാണ്. പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള വിശുദ്ധമായ കൂട്ടായ്മയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതും നിലനിർത്തപ്പെട്ടതും. ഉൽപ്പത്തി 2:15 നമ്മൾ ഇങ്ങനെ കാണുന്നു: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അബ്രാഹാമിനെ ഒരു ജനതയായി ദൈവം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കുടുംബമായി, ഒരു ജനതയായി കൂട്ടായ്മ വളരാനുള്ള ക്ഷണമാണ്. ഉൽപ്പത്തി 12:2 ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹാമിന്റെ കുടുംബത്തെ വിഗ്രഹത്തിന് നാടായ ഊറിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് ഒരു ജനതയായി വളർത്തി പ്രവാസത്തിന്റെയും മരുഭൂമിയുടെയും ഒക്കെ തിക്തമായ അനുഭവത്തിലൂടെ ഒരുക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത്. പുറപ്പാട് 3:15 ഇങ്ങനെ കാണുന്നു: അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ലേവ്യർ 26:12 നമ്മളിനെ കാണുന്നു: ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ഉറപ്പിക്കുന്ന വചനമാണ് നാം ഇവിടെ കാണുന്നത്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് അവിടുന്ന് തന്നെ പറയുമ്പോഴും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും എന്ന് പറയുമ്പോഴും കൂട്ടായ്മയുടെ ദൈവമാണ് അവിടെ നിന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കൂട്ടായ്മയുടെ ആഴം തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റൊരു വരം നമുക്ക് കാണാം. സഭാപ്രസംഗം 4:9-12 ഇങ്ങനെ കാണുന്നു: രണ്ടുപേർ ഒരേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവൻ താങ്ങാൻ കഴിയും, ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്.
രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. ഒരു ചരട് വേഗം പൊട്ടുകയില്ല. ഈശോയുടെ ഭൂമിയിലെ തിരുക്കുടുംബ കാഴ്ച. അതൊരു ഈശോയുടെ തിരുക്കുടുംബത്തിലെ കൂട്ടായ്മയാണ് നമ്മളിവിടെ കാണുന്നത്. സ്വർഗത്തിലെ ത്രിത്വൈക കൂട്ടായ്മയ്ക്ക് സദൃശ്യമായ ഒരു കൂട്ടായ്മയിൽ യേശുവിന്റെ വളർച്ചയാണ് നാം ഇവിടെ കാണുന്നത്. ശിഷ്യരുമായുള്ള കൂട്ടായ്മയിലാണ് ഈശോ വചനം വിളമ്പിയത്. ശിഷ്യരെ ക്രമേണ ഒരുക്കിയെടുത്തത് ഈ കൂട്ടായ്മയിലാണ്. മർക്കോസ് 3:14 നമ്മൾ കാണുന്നു, തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത്. സെഹ്യൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരുമുള്ള പരിശുദ്ധമായ കൂട്ടായ്മ അനുഭവത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് വസിച്ചെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2:41 നമ്മൾ കാണുന്നു, അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. ആത്മ നിറവുള്ള ഒരു കൂട്ടായ്മയായി തീരുന്നു. കാരണം പരിശുദ്ധാത്മാവ് ഏകീകരണത്തിന്റെ ആത്മാവാണ്. തിരുസഭയാകുന്ന കൂട്ടായ്മ അതിരുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ഒരിടയന്റെ കീഴിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കത്തോലിക്കരും ആയിരിക്കുന്നത് പോലെ ലോകം മുഴുവനും അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന്റെ മുൻ ആസ്വാദനമാണ് തിരുസഭ. അപ്പോസ്തല പ്രവൃത്തി 2:42 നമ്മൾ കാണുന്നു, അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പോസ്തല പ്രവൃത്തി 2:44 ഇങ്ങനെ കാണുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി അവർ കരുതുകയും ചെയ്തു. ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും അയക്കപ്പെട്ട് തിരുക്കുടുംബ കൂട്ടായ്മയിൽ ജീവിച്ച് ശിഷ്യരുടെ കൂട്ടായ്മ രൂപീകരിച്ച് തന്റെ ചങ്കിൽ നിന്നും ഒഴുകിയ രക്തത്താൽ തന്റെ പ്രിയ ശിഷ്യരുടെ ലോകം മുഴുവനിലും രൂപപ്പെടുത്തിയ തിരുസഭ കൂട്ടായ്മ. ആദിമ ക്രൈസ്തവരെ പോലെ എല്ലാം പൊതുവായി കരുതുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതാണ് യഥാർത്ഥ സഭാ കൂട്ടായ്മ. അതിനുവേണ്ടിയാണല്ലോ സഭ മുഴുവൻ ഭൂമിയിൽ ആയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:26 അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കുന്നു? ഏക മനസ്സാകുന്നു, സ്നേഹം വളരുന്നു. സ്നേഹവും ഊഷ്മളയും വളരുന്നത് കൂട്ടായ്മയുടെ ആത്മാർത്ഥതയിലാണ്. ബന്ധങ്ങൾ വളരുന്നു. കൂട്ടായ്മയിലാണ് ബന്ധങ്ങൾ ദൃഢമാകുന്നത്. ഒന്നിച്ചുള്ള ഇടപെടലിലാണ് പരസ്പരം മനസ്സിലാക്കാനും ബന്ധങ്ങളിൽ ആഴപ്പെടാനും നമുക്ക് കഴിയുന്നത്. ഇത് പറയുമ്പോൾ സൗദി അറേബ്യയിലെ കൂട്ടായ്മ എനിക്ക് ഓർമ്മ വരുന്നു. പൊതുവെ ഇൻട്രോവേർട്ട് ആയിരുന്ന ഞാൻ ആരോടും അധികം സംസാരിക്കാനൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷെ ആ കൂട്ടായ്മയിൽ ചെന്നതിൽ പിന്നെ അവരുമായുള്ള സമ്പർക്കത്തിൽ അവർ തരുന്ന സ്നേഹം, അതിൽ കൂടി ഞാൻ കൂടുതൽ അവരായിട്ട് അടുക്കുവാനും കൂട്ടായ്മയിൽ കൂടുതൽ അടുത്ത് പങ്കുചേരുവാനും എനിക്ക് സാധിച്ചു. പങ്കുവെക്കൽ വളരുന്നത് കൂട്ടായ്മയിലാണ്. സൗദിയിൽ വെച്ച് ഒരു പാർക്കിൽ പോയപ്പോൾ ചെറിയ കുഴിയിൽ അകപ്പെട്ട് എൻ്റെ കാൽ പൊട്ടലുണ്ടായി. 1 മാസത്തിൽ കൂടുതൽ ഞാൻ അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആളുകളെല്ലാം ദിവസം തോറും കറികളും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫ്രിഡ്ജ് നിറഞ്ഞു. അതിന് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. അവരുടെ സ്നേഹം, അവർ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ സഹകരിക്കുന്നതും പങ്കുവെക്കൽ സാധ്യമാകുന്നതും കൂട്ടായ്മയിൽ മാത്രമാണ്. സമർപ്പണം ആഴപ്പെടുന്നു. പരസ്പര വിശ്വാസവും സമർപ്പണം ആഴപ്പെടുന്നത് കൂട്ടായ്മയിലാണ്. പരസ്പരമുള്ള വളർച്ച നടക്കുന്നു. തിരുത്തലുകൾ സാധ്യമാക്കുന്നു. നിസ്വാർത്ഥമായ പരസ്പര തിരുത്തലുകളും വളർത്തലുകളും ഉണ്ടാകുന്നത് ആത്മാർത്ഥതയുള്ള കൂട്ടായ്മയുടെ അടയാളമാണ്. വിസിയോയിൽ ഓരോ ഓൺലൈൻ പ്രോഗ്രാം മുമ്പും ഒരു ട്രയൽ ഉണ്ട്. അതിൽ ഇതുപോലെ തിരുത്തലുകളും വളർത്തലുകളും സാധ്യമാകുന്നുണ്ട്. തിരുത്തലുകൾ നൽകാനും നൽകപ്പെടുന്ന തിരുത്തലുകൾ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ സ്വാതന്ത്ര്യവും വിശാലവും ഉണ്ടാകുന്നത് യഥാർത്ഥ കൂട്ടായ്മയുടെ അടയാളമാണ്. പ്രാർത്ഥനയിലും പഠനത്തിലും വളരാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും നമുക്ക് സംശയങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു കൂട്ടായ്മയിലാണ് നാമെങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനും
ഉത്തരങ്ങൾ കണ്ടെത്താനും നമുക്ക് കഴിയുന്നു. എഫേസ്യോസ് 4:32 നമ്മളിങ്ങനെ കാണുന്നു, ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്ദത്തോടെ പെരുമാറുവിൻ. 1 കൊരിന്ത്യർ 14:26 സഹോദരരെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം അത്യുത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ശിഷ്യത്തിലുള്ള വളർച്ചയും രൂപീകരണവും കൂട്ടായ്മയിലാണ് സംഭവിക്കുന്നത്. ഈശോ ചെയ്തതും അതായിരുന്നു, നമ്മളോട് ആവശ്യപ്പെടുന്നതും അതുതന്നെ. ആഴമായ ക്രിസ്തു അനുഭവത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നു. 1 വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചന ധ്യാനം, കൗതുകാശ്ചര്യ ജീവിതത്തിൽ വളരുക, വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക, ദശാംശം പങ്കുവെക്കുക, ആത്മീയ ശിക്ഷണത്തിൽ വളരുക. ഇതെല്ലാം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് നല്ല കൂട്ടായ്മ ജീവിതത്തിലാണ്. പ്രത്യേകിച്ചും ദശാംശം കൃത്യമായി മാറ്റിവെക്കുന്നതിന്റെ ഗുണവും ദശാംശം മാറ്റിവെക്കുന്നതിൽ മടി കാണിച്ചപ്പോൾ ജോലി മേഖലയിൽ വലിയ തളർച്ചയും ഉണ്ടാകുന്ന കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ദശാംശമല്ല, നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ എന്തും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തിലേക്ക് വളർത്താൻ ഈശോ കൂട്ടായ്മയും ഞങ്ങളെ സഹായിച്ചു. 1 യോഹന്നാൻ 1:3 നമ്മൾ കാണുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടായതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ശിഷ്യരുടെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിലൂടെ പിതാവിനോടും പുത്രനോടുമായിരിക്കുന്നു. ആ ധന്യമായ കൂട്ടായ്മയുടെ ക്ഷണമാണ് യോഹന്നാൻ ശ്ലീഹ ഈ വചനത്തിലൂടെ നൽകുന്നത്. സമരസഭയും സഹനസഭയും വിജയസഭയും ഒന്നായി ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന മഹനീയ കൂട്ടായ്മയ്ക്കുള്ള ക്ഷണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ തിരുസഭയെ യേശുക്രിസ്തുവിന്റെ ശരീരമായി ഉപമിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്, വൈവിധ്യമാർന്ന സ്വഭാവവിശേഷങ്ങളുള്ള നാം എല്ലാവരും സഭാ കൂട്ടായ്മയായ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ വിവിധ അവയവങ്ങളായി സ്നേഹത്തോടെ സഹകരണത്തോടെ പ്രവർത്തിക്കേണ്ടവരാണെന്നാണ്. കൂട്ടായ്മയുടെ ആത്മീയത എന്ന വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അപ്പോസ്തല പ്രബോധനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, കൂട്ടായ്മയുടെ ആത്മീയത സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ എന്നാൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ ഇങ്ങനെ പറയുന്നു, ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാകുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതം നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക. നമ്മുടെ ഓരോ ഇടവകയും വിചാരിച്ചാൽ നമ്മുടെ ഇടവകയുടെ അതിർത്തിക്കുള്ളിൽ ഒരാളും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അത്തരത്തിലുള്ള ഇടവകൂട്ടമായ ശക്തമായ ക്രിസ്തീയ സാക്ഷ്യമാകും ലോകത്തിന് നൽകുക. സകലരും സഹോദര ഭൂമി പൊതുഭവനം. ഈ ഭൂമി തന്നെയാണ് ദൈവം നമുക്കായി ഒരുക്കിയ പർദീസ. സർവ്വതും സമൃദ്ധിയായി ഉണ്ട്. രാജ്യങ്ങളുടെ അതിർത്തികളും അധികാരങ്ങളും മത്സരങ്ങളും ദൈവം നൽകിയ സമൃദ്ധി അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയാത്ത വിധം ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൂമി ഒരു പൊതുഭവനമായി കണ്ടുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സും പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിന് ആഹ്വാനം ചെയ്യാൻ ലോകം മുഴുവനിലും പടർന്നു കിടക്കുന്ന 24 വ്യക്തിസഭകൾ നയിച്ചുകൊണ്ട് വത്തിക്കാനിൽ ഇരിക്കുന്ന മാർപ്പാപ്പയ്ക്കല്ലാതെ ആർക്ക് പറയാൻ കഴിയും? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാർപ്പാപ്പയ്ക്കല്ലാതെ ആർക്ക് പറയാൻ സാധിക്കുകയില്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകും. കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ക്ഷണിക്കുന്നു. കർത്താവ് യേശു മിശിഹാ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു മെസ് ചേച്ചി. വളരെ നല്ലൊരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കൂട്ടായ്മയെ കുറിച്ചും കൂട്ടായ്മയിൽ നാം ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്നെ കുറിച്ചും നമ്മെ മനസ്സിലാക്കി തന്ന മെസ് ചേച്ചിക്ക് ഒത്തിരി നന്ദി.
അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റ്സ് ഉണ്ട്. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിന്റെ 16ാമത്തെ ബാച്ച് ജനുവരി 25 ശനിയാഴ്ച മുതൽ നടത്തപ്പെടുന്നതാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അവരെ ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഡിസംബർ 16 മുതൽ 21 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. താല്പര്യമുള്ളവർ ദയവായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9061954230, 9645228073. ഫോൺ നമ്പർ ഒന്നും കൂടി പറയുകയാണ്. 9061954230, 9645228073. ഏതെങ്കിലും മിഷൻ രൂപതയിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക. അതിനുള്ള സൗകര്യം മിസിയോ ടീം ഒരുക്കുന്നതാണ്. ഇപ്പോൾ 5 പേരടങ്ങുന്ന മിസിയോ ടീം ശംഷാബാദ് രൂപതയിൽ മിഷൻ എക്സ്പീരിയൻസിനായി പോയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് അവരെ ഓർക്കാം. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. ഈ മാസത്തെ മിസിയോ വൈബ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്രൂപ്പിൽ അത് ലഭിക്കുന്നതാണ്. എല്ലാവരും ദയവായി വായിക്കുക. അടുത്തതായി വൈൻഡപ്പ് സെഷൻ ആണ്. നമ്മുടെ മിസിയോ പ്രിലിംസ് എല്ലാ ബാച്ചിന്റെയും എല്ലാ സെഷനുകളും വളരെ ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ആലിസമ്മച്ചി നമ്മുടെ കൂടെയുണ്ട്. ആലിസമ്മച്ചിയെ, എവർഗ്രീൻ ആലിസമ്മച്ചി, അമ്മച്ചിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സീന, താങ്ക് യു വെരി മച്ച്. നമ്മള് എപ്പോഴും നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണെന്നും അതാണ് ഈ ഒരു ക്ലാസിന്റെ ഒക്കെ ഫലം നമുക്ക് തരിക, നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ ഇന്ന് നമ്മൾ കേട്ടതൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു 3 പേരും നല്ല ഭംഗിയായിട്ട് അതിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല വ്യക്തമായി ഏതൊരു കൂട്ടായ്മ എന്തുമാത്രം ആവശ്യം. നമുക്കറിയാം, ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും നമ്മളെ സൃഷ്ടിച്ചു. ദൈവം ത്രിത്വം കൂട്ടായ്മയാണ്. അതുപോലെ ഈശോയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ 17-ാം അധ്യായത്തില്, പിതാവേ നീയും ഞാനും ഒന്നായിരിക്കുന്നവരെ അവരും നമ്മിൽ ഒന്നാകെ. യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ പറയുന്നത് കണ്ടത് തൊട്ടത് അനുഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുണ്ടായി നിങ്ങൾ സന്തോഷിക്കുന്ന കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനാണ്. അപ്പം ഒരു പല കാര്യങ്ങളും നമുക്ക് നല്ലോണം മനസ്സിലായി. ഇതിലേക്കാണ് നമ്മളെ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ, ദൈവം സ്നേഹിക്കുന്ന പാപാവസ്ഥ കാരണം പോയെടുത്തുനിന്ന് ഈശോ രക്ഷിച്ച് അവിടുത്തെ കുറിച്ച് പണ്ട് രക്ഷിച്ചെടുത്തെന്നും അത് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതം കൊണ്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനത്ത് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ആ പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവ്, അല്ലേ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് പങ്കുവെക്കാനും ഒക്കെ നമ്മൾ പ്രാപ്തരാകുമെന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തില് ആ പത്രോസ്ലിയുടെ പ്രസംഗം അപ്പസ്തോലന്മാരെല്ലാരും കൂടെ ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവര് അത് കഴിഞ്ഞിട്ട് അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. അപ്പൊ ഇതെന്നും നമ്മൾ ഈ ആ ഒരു സ്ത്രീത്വത്തിൽ പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ച കൂട്ടായ്മയായിട്ടാണ്. തകർന്നുപോയ ബന്ധങ്ങളെല്ലാം വീണ്ടും നമ്മൾ ഇത് കേട്ടപ്പോൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ബന്ധത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ തകർന്നതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുക. അത്
ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് കഴിയുമ്പോൾ കൂട്ടായ്മയിലേക്ക് നയിക്കുമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പം ബാജു നമ്മളോട് നല്ല കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മളോട് എല്ലാവരും പറഞ്ഞതിനകത്ത് നമുക്ക് ക്ലിയറായി. നമ്മള് എല്ലാവരും ശരിക്കും ഒരു കൂട്ടായ്മ നമുക്ക് നമ്മുടെ ആയിരിക്കുന്നിടത്തെല്ലാം പലയിടത്തും കാണും. നിങ്ങൾ ചിലപ്പം കൂട്ടായ്മയുടെ ഭാഗമായിരിക്കും. എന്നാലും സദാ താല്പര്യപൂർവ്വം അതിന്റെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളോട് പറയുകയായിരുന്നു. പിന്നെ ഇത് തുടക്കമാ. ശരിക്കും ആ കൂട്ടായ്മയിലോട് ചെന്നു കഴിഞ്ഞതിന്റെ വളർച്ച ഇവരൊക്കെ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായല്ലോ. ആ ഒരു വളർച്ച സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും പുളിമാവ് പോലെ അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശരിക്കും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ലോകം മുഴുവനും വന്നിട്ട് ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകണമെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണെന്നുള്ളത് മറക്കരുത്. അപ്പൊ ആ രീതിയില് ഭർത്താവോട് പറഞ്ഞതുപോലെ നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കും. ഈ അനുസരണത്തിലൂടെ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബം അതുപോലുള്ള കൂട്ടായ്മയായി തീരുക. ഇടവകയില് നമ്മൾ ജോലി സാഹചര്യത്തില് ആയിരിക്കുന്ന തലങ്ങളില് അതുപോലെ അത് വിശാലമായി അന്തർദേശീയ നമുക്കിപ്പോ നല്ല ഇന്റർനാഷണൽ ഒരു കൂട്ടായ്മയാണ് മിസിയോ ടീമിൻ്റെത്. ഇനിയും അതുപോലെ കൂട്ടായ്മ വളർത്താനുള്ള നമ്മുടെ ഭാഗത്തുള്ള ശ്രമവും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും ഈ അനുഭവത്തിൽ ആഴപ്പെട്ട ആൾക്കാർക്ക് ശരിക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം കൂട്ടായ്മയായിട്ട് കുടുംബത്തുള്ളവരെ പങ്കെടുപ്പിക്കണം. അതുപോലെ ഇടവകയിലോ നിങ്ങൾക്ക് ഒന്നിച്ച് വളരാൻ നമ്മുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ, പ്രിപ്പയറിംഗ് റിസോഴ്സ് പീപ്പിൾ ടു ട്രെയിനേഴ്സ് ഓഫ് ഇവാഞ്ചലൈസേഴ്സ്. അപ്പം കൂട്ടായ്മയായിട്ട് നിന്നുകൊണ്ടേ നമുക്കത് മറ്റുള്ളവരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മ, ഞാൻ അംഗമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉറപ്പായിട്ട് ഒരു കൂട്ടായ്മയല്ല ധാരാളം കൂട്ടായ്മയുടെ ഭാഗങ്ങളാകാൻ നമുക്ക് ഒരു സമയത്ത് ആ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി അതിനകത്ത് പല ബാജി പറഞ്ഞപ്പോ പില്ലേഴ്സിന്റെ സ്തൂപങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതായത് പല കാര്യങ്ങളും നമ്മൾ കമ്മിറ്റഡ് ആകണം. ഈ കൂട്ടായ്മ എന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയും ഉപദാശകളും കുർബാനയും ദൈവവചനത്തിന്റെ വായനയും പഠനവും ദശാംശ ശൈലിയൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മള് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, പ്രത്തേലി തൂത്തി, നമ്മള് സകലരും സഹോദരർ കുടുംബമാണ്. ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരോടുമാണ് കമ്മിറ്റ്മെന്റ്. ഞാൻ ഈ ദിവസങ്ങളിൽ വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ വായിക്കുക, സഭ ആധുനിക ലോകത്തിൽ നിന്നുള്ളത് വായിക്കുമ്പോൾ എന്ത് രസമായിട്ട് അതിനകത്ത് ഞാൻ അവർക്ക് എല്ലാവരും വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വായിക്കണം കേട്ടോ. അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കൂട്ടായ്മയിലോട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഒരുപാട് വളരാനുണ്ട്. അതിന്റെ തുടക്കം നമുക്ക് ഇപ്പോൾ തന്നെ ഇടാം. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പടിപടിയായിട്ട് നമുക്ക് വളർന്നുകൊണ്ട് ലോക സുവിശേഷവൽക്കരണം നമുക്ക് ചുറ്റും നമ്മിലൂടെ ദൈവം പൂർത്തിയാക്കുന്നത് കാണാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും എത്രയും വേഗത്തില് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ആ ഒരു പങ്കുവയ്ക്കലിലേക്ക് അനേകരെ ആ ഒരു കൂട്ടായ്മയിൽ വളരാൻ സഹായിക്കുന്നവരായി തീരാനിടയാകട്ടെ. ആമേൻ. താങ്ക് യു ആലിസമ്മച്ചി. ഒരു കൂട്ടായ്മയിൽ വെറുതെ ആയിരിക്കുകയല്ല, സദാ താല്പര്യപൂർവ്വം ആയിരിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ആലിസമ്മച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി ഫൈനൽ ബ്ലെസ്സിങ്ങും മെസ്സേജും നൽകുന്നതിനായി ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ഏറെ സ്നേഹ ബഹുമാനത്തോടെ അച്ഛനെ ക്ഷണിക്കുന്നു. ഹലോ മിശേലേറെ സ്നേഹം നിറഞ്ഞ മിസിയോ കൂട്ടായ്മ അംഗങ്ങളെ, ദൈവാനുഗ്രഹത്തിന്റെ വലിയ നിമിഷങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന ഈ വലിയ എഫർട്ട് ദൈവം ഇത്രത്തോളം വളർത്തിയതിനെ ഉയർത്തിയതിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. ഈ അനുരീത നവംബർ മാസം ലോകമാസമുള്ള കത്തോലിക്ക കുടുംബങ്ങള്, വ്യക്തികള്, ഫാമിലികള്, കൂട്ടായ്മകള്, സമൂഹങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മരണം മൂലം വേർപെട്ടു പോയവരെ ഓർത്ത ഒരു മാസത്തിന്റെ സമാപന ദിനം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികള് സെമിത്തേരികളിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു കടന്നുപോയ ഒരു മാസത്തിന്റെ അവസാന ദിവസം. അതോടൊപ്പം തന്നെ അനേക ആത്മാക്കള് സ്വർഗം പുൽകിയ, സ്വർഗം
ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നിമിഷം കൂടെ നമുക്ക് കാണാം. ഒത്തിരി പേരുടെ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സമർപ്പണത്തിന്റെ, ബലിയർപ്പണത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥന ഉപവാസങ്ങളുടെ ഒക്കെ തണലിൽ ഈ നവംബർ മാസം എത്രയോ ആത്മാക്കൾ സ്വർഗം പുലുകിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മുടെയൊക്കെ ആരുടെയൊക്കെ പ്രാർത്ഥന വഴി ഒരാത്മാവ് സ്വർഗം പ്രാപിച്ചോ അവിടെയൊക്കെ സ്വർഗീയ മാധ്യസ്ഥം പേറുന്ന ഒരു പുണ്യമാസ സമാപനം. അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധന ക്രമവത്സരത്തിന്റെ ആ ഉദമ്മ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ നമ്മുടെ 25 നോമ്പും പുതിയൊരു മാസം ഡിസംബർ മാസത്തിന്റെ ആദ്യ ദിനം തന്നെ ഒരു ഞായറാഴ്ച ആരംഭം കുറിക്കാൻ പോവുകയാണല്ലോ. എല്ലാവർക്കും മിശ്ര കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അനുഗ്രഹീത ആരാധന ക്രമ മത്സരത്തിന്റെ പ്രഥമ കാലത്തിലേക്കുള്ള സ്വാഗതവും അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഈ തുടർച്ചയിൽ നിങ്ങളുടെ പങ്കാളിത്തത്തിന് ഒരു വലിയ അപ്രിസിയേഷനും ചെന്നിടുകയാണ്. അതിനൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, നമുക്കറിയാം നമ്മളെല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. 25 ദിവസം നമ്മൾ ഒരുങ്ങുകയാണല്ലോ രക്ഷകന്റെ വരവിനെ പ്രതി. അപ്പോൾ പരിശുദ്ധ അമ്മ എന്തുമാത്രം എത്രത്തോളം, വിശുദ്ധ യോസേപ്പിതാവ് എന്തുമാത്രം എത്രത്തോളം, ഇനി ഇവരുടെ ജീവിതം എത്തി നിന്ന ആ പുൽക്കൂട് നമുക്ക് എന്താണ്, ഇതിനെ അച്ഛൻ ജസ്റ്റ് ഒന്ന് ഒരു കാഷ്വലായിട്ട് ജസ്റ്റ് ഒരു കീനോട്ടായിട്ട് നിങ്ങൾക്ക് തന്നു പോവുകയാണ്. എല്ലാവർക്കും കേൾക്കാനും ശ്രമിക്കാനും പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? അപ്പോൾ വിഷയലേറെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം ഈ പരിശുദ്ധ അമ്മ യോസേപ്പിതാവ് ഒരു അനുഗ്രഹത്തിന്റെ ചേരുംപടിയാണ്. ശരിക്കും ഇവരുടെ ജീവിതത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഇരുവശങ്ങളിൽ എപ്പോഴും കൂടപ്പുറപ്പായി കൂട്ടുകാണണം. അപ്പോൾ ഒന്ന് യോസേപ്പിതാവിലേക്ക് തിരിയാൻ, ഒന്ന് മാതാവിലേക്ക് തിരിയാൻ നമ്മുടെ ജീവിതം സാക്ഷിയായാൽ ശരിക്കും ഒരു അനുഗ്രഹത്തിന്റെ ജീവിതമായി മാറും. അവിടെ ജനിച്ച് ജീവിക്കുന്നതാണ് യേശു സാന്നിധ്യം, അവിടെ ജനിച്ച് ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മ ചൈതന്യ അഭിഷേകം, അവിടെ ജനിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവികത, യഥാർത്ഥ ദൈവികത, യഥാർത്ഥ ആത്മീയത എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ പരിശുദ്ധ അമ്മയെ നമുക്കറിയുന്ന 4 കാര്യത്തിൽ ചിന്തിക്കുന്നത്. അമ്മ യോസേപ്പിതാവിനെ ചേരുംപടി ചേർക്കാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വിളങ്ങി പ്രശോഭിച്ച് നിന്ന ഒരു പുണ്യം ഏതാനും ചോദിച്ചാൽ നമുക്കറിയാലോ, എളിമയാണ്. അമ്മ എന്തുമാത്രം എളിമയുടെ തടാകം തന്നെ രൂപപ്പെടുത്തിയോ അത്ര കണ്ട് കൃപയുടെ നീർച്ചാലുകൾ അമ്മയിലേക്ക് ഒഴുകിയിറങ്ങി. അതിന്റെ ഏറ്റവും വലിയ പാരമയാണല്ലോ ലോകരക്ഷകന്റെ അമ്മയാകാൻ തക്ക ഭാഗ്യവതിയായ, സ്വർഗത്തിന്റെ അഭിസംബോധന ഭൂമിയിൽ നേരിട്ട് ഏറ്റുവാങ്ങിയ അനുഗ്രഹീത സമ്പന്ന പുണ്യ അഭിഷിക്തയായി മാറാൻ അമ്മയ്ക്ക് സാധിച്ചതിന്റെ പിന്നിലെ ഏറ്റവും വലിയൊരു അടയാള മുദ്രയായി പതിയുന്ന പുണ്യം എന്ന് പറയുന്നത് എളിമയാണ്. അപ്പോൾ നിന്റെ ജീവിതം എന്തുമാത്രം ഒരു എളിമ തടാകത്തിന് സാക്ഷിയാണോ അത്രമാത്രം കൃപയുടെ നീർച്ചാലുകൾ അതിൽ ഒഴുകിയിറങ്ങുന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുകയും നോമ്പുകാലത്തിലേക്ക് കടക്കുകയും 25 നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്മസിന് ഒരുക്കമാകുമ്പോൾ അമ്മയിൽ വിളങ്ങ എളിമയുടെ തലം എന്തുമാത്രം എന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ, എന്നിൽ വിളങ്ങുന്ന ഒരു പുണ്യം എടുത്തു പറയാൻ, എടുത്തു കാണിക്കാൻ എന്താണ് ഈ എളിമയ്ക്ക് എളിമയാണെങ്കിൽ ഒന്ന് സാധിക്കട്ടെ. ഇതേപോലെ തന്നെ മറുവശത്ത് വിശുദ്ധ യോസേപ്പിതാവിനെ ചേരുംപടി ചേർക്കുമ്പോൾ യോസേപ്പിതാവിൽ ആഹമാനം വിളങ്ങി പടർന്ന് പന്തരിച്ച് പ്രശോഭിച്ചു നിന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് ശാന്തതയാണ്. ശരിക്കും നോക്കിക്കുക, ഒരു ജീവിതത്തിന് കുടുംബജീവിതമാകട്ടെ, സമർപ്പണ ജീവിതമാകട്ടെ, സന്യാസം, പൗരോഹിത്യം എന്തുമാകട്ടെ, ശരിക്കും ഈ എളിമയുടെയും ഈ ഒരു ശാന്തതയുടെയും പുണ്യങ്ങളാൽ അലങ്കൃതമാകുന്ന ജീവിതത്തിന്റെ കൂട്ടായ്മയാണെങ്കിൽ സംഭവിക്കുന്ന എന്താ, അവിടെ ദൈവ സാന്നിധ്യത്തിന്റെ സംഭവിക്കലാണ്, ഏറ്റുവാങ്ങലാണ്, എടുക്കലാണ്. അപ്പോൾ യോസേപ്പിതാവിൽ വിളങ്ങിയ പുണ്യം ശാന്തതയും പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ എളിമയും ഇതിലുള്ള ഒരു വളർച്ചയ്ക്കായിട്ട് നമുക്ക് ഈ നോമ്പുകാലം വന്ന് നന്നായിട്ട് പരിശ്രമിക്കാം. അപ്പൊ അവർ ചേരുംപടി ചേർത്തല്ലോ അവരുടെ വിളങ്ങിയ പുണ്യത്തിന്റെ തലം. രണ്ടാമതായി ഇവരുടെ ജീവിതത്തിന്റെ, അമ്മ നൽകിയ ജീവിതത്തിന്റെ ഒരു മാതൃക എന്താ? എത്ര കണ്ട് അമ്മ അനുഗ്രഹീതയായോ അത്ര കണ്ട് അമ്മ മറ്റുള്ളവരെ വലിയവരായി, ശ്രേഷ്ഠരായി ആദരിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ചു. അമ്മ ലോകരക്ഷകന്റെ അമ്മയാകാൻ തെരഞ്ഞെടുത്തു. സ്വർഗത്തിന്റെ അഭിസംബോധന കിട്ട് കൃപ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കാൻ തക്ക വിധം അത്രമാത്രം മഹത്വത്തിന്റെ ഔന്നത്യം പുലുകിയിട്ടും അമ്മ നോക്കി എളിയവളായി, ദാസിയിൽ ദാസിയായി, മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടാനല്ല, മറ്റുള്ളവർക്ക് ഏറ്റവും ലളിത ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള തിടുക്കത്തിന്റെ ഇറങ്ങിപ്പുറപ്പെടില്ല. അപ്പോൾ അമ്മയുടെ ജീവിതം കാണിച്ചുന്ന ഏറ്റവും നല്ല മാതൃക എന്ന് പറയും, എത്ര കണ്ട് വലിയവളായോ അത്ര കണ്ട് ശുശ്രൂഷകയാകുവാൻ, അത്ര കണ്ട് ശുശ്രൂഷയായി മാറാനുള്ള അമ്മയുടെ ആ മാതൃക. ഇനി യോസേപ്പിതാവിലേക്ക് വരട്ടെ. യോസേപ്പിതാവ് നൽകുന്ന മാതൃക എന്താ? തനിക്ക് അപമാനം വരുത്തിയ ആളിന്റെ പോലും അഭിമാനത്തിന്റെ സൂക്ഷിപ്പുകാരനായി മാറി. നമ്മളോട് തന്നെ ചോദിച്ചേ, ഇവ നമ്മളെ
അഭിമാനിയാക്കുന്നവരെ പോലും ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിൽ, ഇവൻ തന്റെ യൗവനകാല സ്വപ്നം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ, തന്റെ ജീവിതത്തെ മുഴുവനും തച്ചുടച്ച ആ വലിയ അപമാന, അപകീർത്തി, പേരുദോഷത്തിന്റെ സംശയ നിഴലിലേക്ക് എല്ലാവരെയും എത്തിച്ച് കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന, അത്രമാത്രം അപമാനം വരുത്തിയ ആളിന്റെ പോലും അഭിമാനത്തിന് കോട്ടം ക്ഷതം തട്ടാതെ, അപമാനം വരുത്തിയ ആളിന്റെ പോലും അഭിമാനത്തിന്റെ സൂക്ഷിപ്പുകാരനായി മാറി യോസേഫ് പിതാവിന്റെ മാതൃക. അപ്പോൾ അമ്മ നൽകിയ മാതൃക വലുതാകും തോറും മറ്റുള്ളവരെ വലുതായി കാണുന്നൊരവസ്ഥ. യോസേഫ് പിതാവ് അപമാനം വരുത്തിയവരുടെ പോലും അഭിമാനത്തിന്റെ സൂക്ഷിപ്പുകാരനായി മാറുന്ന യോസേഫ് പിതാവിന്റെ ശൈലി. അപ്പൊ ഈ രണ്ടുപേരുടെ ഈ മഹനീയ മാതൃക ഈ ക്രിസ്തുമസ് ഒരുക്ക നോമ്പ് കാലത്ത് നമുക്കൊന്ന് സ്വായത്തമാക്കാം. മൂന്നാമതായിട്ട് അമ്മ നൽകുന്ന ഒരു ചലഞ്ച് ഉണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും വെല്ലുവിളി ഏറ്റെടുത്ത് പണി നോമ്പ് കാലത്തിലേക്ക്, പുതിയ മാസത്തിലേക്ക്, ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസം പുണ്യം പുഷ്പിക്കുന്ന പുണ്യമാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചലഞ്ച് എടുക്കണം. എന്താണ് ചലഞ്ച്? അമ്മ, നീ ദൈവസമക്ഷം മാത്രമേ ആമയം പറയാവൂ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് നോർത്ത് നോക്കി. ഇന്ന് ലോകം നമുക്ക് വെച്ച് കിട്ടുന്ന ഒത്തിരി ആമയം പറയാനുള്ള അവസരങ്ങളുണ്ട്. ഒരു തൽക്കാല നേട്ടം, തൽക്കാല സുഖം, തൽക്കാല ലാഭം, തൽക്കാല വളർച്ച. പക്ഷേ ആ ഒരു ആമയം പറയുക വഴി കൊടുക്കേണ്ടി വരുന്ന, നഷ്ടപ്പെടേണ്ടി വരുന്ന, തകർക്കപ്പെടേണ്ടി വരുന്ന ജീവിതങ്ങളെ മുമ്പിൽ എത്രയോ വരച്ച് കാണിക്കുന്ന ലോകം. പ്രിയമുള്ള സഹോദരങ്ങളെ, യോസേഫ് പിതാവ് നമുക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന ഒറ്റകൻ, ദൈവസമക്ഷം മാത്രമേ മുട്ടുമടക്കാവൂ, ശിരസ് നമിക്കാവൂ, സാഷ്ടാംഗ പ്രണാമം ചെയ്യാവുള്ളൂ. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞ ദൈവസമക്ഷം മാത്രമേ നീ ആമയം പറഞ്ഞു ശിരസ് നമിച്ച്. ഇന്ന് നമ്മളോട് തന്നെ ചോദിച്ചു, ഇന്ന് എന്റെ പ്രഭാതത്തിൽ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കിയോ? ഇന്ന് തമ്പുരാന്റെ മുമ്പിൽ നിന്ന് സാഷ്ടാംഗ പ്രണാമം നാം ചെയ്തോ? എന്റെ ജീവിതത്തെ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വെച്ചോ? എന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യം കയ്യിലേന്തിയത് ആ തിരുവചനമാണോ? എന്റെ ജീവിതത്തിന്റെ രക്ഷാസൂചിക, എന്റെ ജീവിതത്തിന്റെ രക്ഷാവലയം സൃഷ്ടിക്കുന്ന ആ വചനമാവുന്ന ഈശോയെ ഇന്ന് എത്ര പ്രാവശ്യം എന്റെ കൈകൊണ്ട് എടുക്കാൻ പറ്റി? ആ ജപമാല എന്റെ കൈകളൊന്നും എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും നേരം ഇന്ന് എന്നാലും ആ മൊബൈൽ എത്രയോ തവണ നമ്മുടെ കൈകളിലൂടെ കയറി ഇറങ്ങി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ നൽകുന്ന ഒരു വെല്ലുവിളി ഇതാണ്. ദൈവസമക്ഷം ഒന്ന് മുട്ടുമടക്കാൻ, ശിരസ് നമിക്കാൻ, സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ, ഒന്ന് തമ്പുരാനെ തൊട്ടൊരു ജീവിതത്തെ എന്നാളെ ഒന്ന് ചലഞ്ചെടുക്കും. ദൈവസമക്ഷം ഒന്ന് എഴുന്നപ്പെട്ട്, ഒന്ന് വിധേയപ്പെട്ട് മുട്ടുമടക്കി. ഇനി യോസേഫ് പിതാവ് നൽകുന്ന മാതൃക ഞാനും നിങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് തന്നെ പല സംഭവങ്ങളും നേരിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളൊക്കെ ഒത്തിരി നീതിയുടെ സ്വരം ഉയർത്തുന്നുണ്ട്, നീതിയുടെ വാക്ക് പറയാറുണ്ട്. ഞാൻ നീതി വിട്ട് പറയാറില്ല, നീതിക്ക് വിരുദ്ധമായൊന്നും ചെയ്യാറില്ല എന്ന്. പക്ഷെ സുപ്രീം കോടതി വിധിച്ചാൽ പോലും ഓർക്കണം, ഒരാൾക്ക് നീതി, ഒരാൾക്ക് നേട്ടം ഉണ്ടാവും, ഒരാൾക്ക് കോട്ടം ഉണ്ടാവും. ഇവിടെ യോസേഫ് പിതാവിന്റെ നീതി എന്തായിരുന്നു? ദൈവിക നീതിയാണ്. അതിന്റെ തെളിവെന്താ? ഞാൻ എടുക്കുന്നത് ഒരു ദൈവിക നീതിയാണ്, ഒരു മാനുഷിക നീതിയാണ്? ഒരു ടെസ്റ്റ് ഇതാണ്. ദൈവിക നീതിയാണ്. അതിനകത്ത് സ്നേഹം, കരുണ, സഹോദര നന്മ, ഈ 3 പുണ്യങ്ങൾ അതിനകത്ത് അലങ്കൃതമാണ്. ഇതാണ് ദൈവിക നീതിയുടെ യഥാർത്ഥ അടയാളം. സ്നേഹം, കരുണ, സഹോദര നന്മ, ഈ 3 പുണ്യങ്ങൾ അലങ്കൃതമാണ് എങ്കിൽ ദൈവിക നീതിയാണ്. അത് ഒരുവനെ പോലും തളർത്തുന്നില്ല, ഒരുവനെ പോലും നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ള യോസേഫ് പിതാവ് യഥാർത്ഥ ദൈവിക നീതിയുടെ പ്രചാരകനാണ്, യഥാർത്ഥ പ്രേക്ഷിതനാണ്. അതാണ് യോസേഫ് പിതാവ്. നോക്കിയല്ലോ, മാനുഷിക ലോകനീതി മുഴുവൻ യോസേഫ് പിതാവിന് അനുകൂലമാണ്. എന്നാൽ ആ മാനുഷിക നീതിയെ മുറുകെപ്പെടുത്തിയതിന് പരിശുദ്ധമ്മ പരസ്യമായിട്ട് വിസ്തരിക്കപ്പെട്ടതിനെ, പരസ്യമായിട്ട് വിചാരണയ്ക്ക് നേരിടേണ്ടി വന്നതിന് പരസ്യമായ അമ്മ സമൂഹ മൊത്തത്തിൽ ഏറ്റവും വില കൊടുക്കേണ്ടി വന്നു. അവിടെയാണ് ദൈവിക ന്യായത്തെ, ദൈവിക കോടതിയിലേക്ക്, ദൈവത്തിന്റെ പക്കലേക്ക് യോസേഫ് പിതാവ് എത്തുന്നത്. ഇതാണ് യോസേഫ് പിതാവ് നമുക്ക് നൽകുന്ന ചലഞ്ച്. ദൈവിക നീതിയാണോ എന്റെ ജീവിതത്തിന്റെ, എന്റെ വാക്കിൽ, എന്റെ മനോഭാവത്തിൽ, എന്റെ മനോഭാവത്തിലൊക്കെ പ്രകടമാകുന്ന ഒരു മാനുഷിക നീതിയാണോ അതോ ദൈവിക നീതിയുടെ കാഴ്ചപ്പാടാണ്? ദൈവിക നീതി അതിന്റെ അളവ് പോലാണ്. അതിനകത്ത് സ്നേഹം, കരുണ, സഹോദര നന്മ വിളങ്ങുന്നുണ്ടെങ്കിൽ അതാണ്. അവസാനമായിട്ട് പരിശുദ്ധമ്മ നമുക്കൊരു മരിയൻ സ്റ്റൈൽ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ പുണ്യം പറഞ്ഞു, മാതൃക പറഞ്ഞു, ചലഞ്ച് പറഞ്ഞു, അവസാനത്ത് സ്റ്റൈൽ, മരിയൻ സ്റ്റൈൽ. അതാണ് ഈ ദൈവസമക്ഷം എല്ലാത്തിനെയും സമർപ്പണമാക്കുന്ന ഒരു സമർപ്പണ ശൈലി. നമ്മൾ എത്രയോ തവണ മാറ്റിയെടുക്കാം. പൗലോസ്ലീഹായും ഒത്തിരി നാള് തമ്പുരാനെ ഈ കൊച്ചുമുള്ളൊന്ന് ബലഹീനത, തഴക്കദോഷം ഒന്ന് ബലഹീനത എടുത്തു മാറ്റി എത്ര ക്ലിയർ ആയിട്ട്, എത്ര ശ്രേഷ്ഠനായിട്ട്, എത്ര വിശുദ്ധനായിട്ട് അതിനെ ശുശ്രൂഷ ചെയ്യും. കർത്താവ് പറഞ്ഞ പൊന്നോനെ, ഞാൻ ബലഹീനത എവിടെ ഇരിക്കട്ടെ, നീ ഒരു പച്ച മനുഷ്യനായിട്ട് ജീവിച്ചു, പക്ഷെ ഞാൻ നിനക്കൊരു കാര്യം തരാം. എന്താണ്? ഒരു കൃപ കൊടുക്കുക. കൃപ എന്തായിരുന്നു? ബലഹീനതയിൽ ദൈവത്തിലേക്ക് തിരിയുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പൗലോസ്ലീഹായുടെ ജീവിതം മാറ്റി വരയ്ക്കപ്പെട്ടു. ഒരിക്കൽ ബലഹീനത തുറന്നു വെച്ചപ്പോൾ
തമ്പുരാൻ കൊടുത്തൊരു കൃപയാണ്. എപ്പോഴെല്ലാം പൗലോസ്ലീഹ ബലഹീനനായോ അപ്പോഴെല്ലാം ദൈവത്തിലേക്ക് തിരിയുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തെ ആദ്യം പിടിച്ച് ആശ്രയിച്ച് വിളിക്കുന്ന ഒരു ദൈവിക ശരണ മനോഭാവത്തിലേക്ക് പൗലോസ്ലീഹയുടെ ജീവിതം മാറി. ഇതാണ് എന്റെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി എനിക്ക് പ്രകടമായിരുന്നത്. അതുകൊണ്ട് മാറ്റിയെടുക്കുന്ന ആ മനോഭാവത്തിൽ നിന്നും ഒന്ന് മാറി, ഒന്ന് സമർപ്പിച്ച്, നിന്റെ ബലഹീനത സമർപ്പിച്ച്, നിന്റെ കുറവൊന്ന് സമർപ്പിച്ച്, നിന്റെ വീഴ്ചകളൊന്ന് സമർപ്പിച്ച്, നിന്റെ ഇല്ലായ്മകള്, നിന്റെ വയ്യായ്മകൾ, നിന്റെ വല്ലായ്മകൾ, നിന്റെ എല്ലാ തടക്കദോഷങ്ങളെ ദൈവരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്. ഇവിടെ നിങ്ങളൊരു വാക്ക് മറക്കരുത്. ബലഹീനതയിൽ ബലമാവുന്ന, ബലവാന് ബലമായി പിടിക്കുന്ന, വിലപ്പെട്ടവരാകുന്ന ഒരു ചലഞ്ച് നിങ്ങൾ എടുക്കുക. 5 കാര്യം. ബലഹീനതയിൽ ബലമാവുന്ന, ബലവാന് ബലമായി പിടിക്കുന്ന, വിലപ്പെട്ടവരായി മാറാൻ ഈ ജീവിതം നിങ്ങൾക്ക് സാക്ഷിയുടെ അമ്മ നൽകുന്ന സ്റ്റൈലാണ്. സകലതിനെയും സമർപ്പണമാക്കുന്ന ഒരു സമർപ്പണ ശൈലിയുടെ മകനീയ സാക്ഷ്യമാണ്, മകനീയ ഉദാഹരണമാണ്, മകനീയ മാതൃകയാണ് പരിശുദ്ധ അമ്മ. സകല വഴികളെ സമർപ്പണ വഴിയാക്കി സർവശക്തന്റെ മുമ്പിലെ സമ്പന്നയായവളാണ്, സർവശക്തന്റെ കയ്യിലെ സമ്പന്നയായവളാണ് പരിശുദ്ധമ്മ. സകല വഴികളെ സമർപ്പണ വഴിയാക്കി സർവശക്തന്റെ കയ്യിലെ സമർപ്പിതയായ സമർപ്പിത പുത്രിയെ നമുക്ക് അനുകരണീയമാക്കാം. ലാസ്റ്റ് യൂസഫ് നൽകുന്ന മാതൃക ഏറ്റവും വലിയൊരു മാതൃക, ജോസഫ് സ്റ്റൈൽ. അതാണ് പ്രതിസന്ധിയിൽ നട്ടം തിരിയാതെ കർത്താവിനെ പട്ടം പിടിക്കുന്ന ഒരു ജോസഫ് സ്റ്റൈൽ. പ്രതിസന്ധിയിൽ നട്ടം തിരിയാതെ കർത്താവിനെ പട്ടം പിടിക്കുന്ന ഒരു ജോസഫ് ഫൈൻ സ്റ്റൈൽ. എന്റെ അമ്മയ്ക്ക് ലഭിച്ചത് ഉണ്ണിയെ ഉദരത്തിൽ വഹിക്കാൻ, യൂസഫ് പിതാവിന് ആ ഉണ്ണിയെ കയ്യിലെടുത്ത് താരാട്ട് പാടാൻ, ഒക്കത്തിരുത്തി ആനന്ദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്മസിന് ഒരുക്കം, ഈ ഒരു ഉണ്ണിയനെ ഏറ്റെടുക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, കയ്യിലെടുക്കുവാൻ മറ്റുള്ളവർക്ക് സാക്ഷ്യമാകാനായിട്ട് ഒരു ജോസഫായും ഒരു മരിയൻ സ്റ്റൈലൊക്കെ ഒന്ന് അനുകരണീയമാകാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതവും യൂസഫ് പിതാവിന്റെ ജീവിതവും നമ്മുടെ ജീവിതത്തിന്റെ 2 വശങ്ങളിലായി നോക്കിക്കാണാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ പുൽക്കൂട് നമുക്ക് സൃഷ്ടിക്കാം, അനുഗ്രഹത്തിന്റെ പുൽക്കൂട് നമുക്ക് സൃഷ്ടിക്കാം. നോമ്പുകാലം നമ്മൾ എപ്പോഴും ചോദിക്കണേ, ഇന്ന് എന്റെ ജീവിതം ഒരു അനുഗ്രഹമാണോ, ഒരു അപകടമാണോ? നമ്മൾ ആരാധനയിൽ ഇരുന്ന് അനുഗ്രഹമായിരിക്കുക. ഓരോ പ്രഭാതത്തിലും നിങ്ങളൊന്ന് അനുഗ്രഹിച്ചു തുടങ്ങിക്കുക, ഒന്ന് പരസ്പരം അഭിനന്ദിച്ചു തുടങ്ങിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും നേരമായാലും രാത്രി ദിവസം പൂർത്തീകരിച്ചല്ലേ, നിങ്ങളുടെ നാവ് കൊണ്ട് അതരം കൊണ്ട് എത്ര പേരെ അനുഗ്രഹിച്ചു, എത്ര പേരെ അഭിനന്ദിച്ചു, പ്രോത്സാഹിപ്പിച്ചു? അനുഗ്രഹിക്കുക എന്നുള്ളത് നമ്മളുടെ ദൈവിക പ്രവൃത്തിയും അഭിനന്ദിക്കുക എന്നുള്ളത് നമ്മളുടെ മാനുഷിക പ്രവൃത്തിയാണ്. ഇത് ഒരു നാണയത്തിന് 2 വശമാണ്. നീ എത്ര കണ്ട് ആരാധിക്കുന്നു, എത്ര കണ്ട് നീ പള്ളിയിലെ പ്രാർത്ഥനയിലോ പങ്കാളിയായോ, അതൊരു നാണയത്തിന്റെ ഒരു വശമാണെങ്കിൽ മറുവശമാണ് അനുഗ്രഹിച്ച് ജീവിക്കുക, അഭിനന്ദിച്ച് ജീവിക്കുക. അപ്പോൾ നോക്കുകയെ ഞാൻ ആരെങ്കിലും ഒന്ന് അനുഗ്രഹിച്ചോ, അതരം തുറന്ന്, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, കരം കൊടുത്തൊന്ന് അനുഗ്രഹിക്കുക, കരം കൊടുത്തൊന്ന് അഭിനന്ദിക്കുക. അപ്പോൾ ആരാധനയിൽ ഇരിക്കുക, അനുഗ്രഹമായിരിക്കുക എന്ന് പറയുന്നത്. ഈ അനുഗ്രഹമായിരിക്കുന്നതിലാണ്. അപ്പോൾ അനുഗ്രഹിക്കുക എന്നുള്ളതിലെ ദൈവിക പ്രവൃത്തി, അഭിനന്ദിക്കുക എന്നുള്ളതിലെ മാനുഷിക പ്രവൃത്തി. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തമ്പുരാനെ തൊട്ട എളിയ ജീവിതത്തിന്റെ വലിയ സാക്ഷികളാകാൻ ഈ വിശുദ്ധ നോമ്പുകാലം ഒരു സമ്പന്ന നോമ്പുകാലമാകട്ടെ. എടുത്ത ത്യാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇത്തിരി ഭക്ഷണപദാർത്ഥങ്ങളെക്കാൾ ഉപരിയായി ഒരു മൊബൈൽ നോമ്പെടുത്തേ. ഒരു ദിവസം ഒരു സമയത്ത് മാത്രം നിങ്ങളുടെ ന്യൂസ് കാണാനായിട്ട് മാറ്റിവെക്കുക. ഒരു സമയത്ത് വെറുതെ അനാവശ്യമായിട്ട് മെസ്സേജുകൾ വിടാതിരിക്കുക. അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ എടുക്കുക. നോക്കുക, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നീ നോമ്പുകാലം ബൈബിളോ ജപമാല കൈകളിലൂടെ കയറി ഇറങ്ങട്ടെ. ഇനി ഒരു പോക്കറ്റ് ബൈബിളെങ്കിലും നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങളുടെ യാത്രയിൽ ഒന്ന് സൂക്ഷിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, നിങ്ങളുടെ വയസ്സിന്റെ അത്രയും നന്മ നിറഞ്ഞ പറയുമേ, പരിശുദ്ധ പറയുമേ, ഒരു പിതാവിന് പുത്രനും ഈ ഒരു ഒരുക്കത്തിന് ചെയ്യുന്ന നല്ലതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ വയസ്സിന്റെ അത്രയും നന്മ നിറഞ്ഞു പറയുമേ, പരിശുദ്ധ പറയും, ഒരു പിതാവിന് പുത്രനും. രാവിലെ വെക്കാം. വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ ഒരു കുഞ്ഞ് സിംഗിൾ ലൈൻ വചനം, ഭയപ്പെടേണ്ട നിന്നോടുകൂടെ, ഏഷ്യ 43:5. സിംഗിൾ ലൈൻ വചനം, വാക്യവും വേഴ്സും. അത് നിങ്ങളുടെ പ്രായത്തിന് അത്ര നമ്മൾ ചൊല്ലിക്കിടക്കും. അപ്പൊ രാവിലെ ഒരു സ്വർഗസ്നേഹിതാൻ പ്രായത്തിന് എത്ര നന്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ രാവിലെ വായിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രായത്തിന്റെ സങ്കീർത്തനം, നിങ്ങളുടെ 150 സങ്കീർത്തന അധ്യായങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ പ്രായം വിശേഷിക്കുന്ന ആ സങ്കീർത്തന അധ്യായം വായിച്ച ജീവിതം ആരംഭിക്കാൻ ഇടയാകട്ടെ. തമ്പുരാനെ തൊട്ട എളിയ ജീവിതത്തിന്റെ വലിയ സാക്ഷികളാകാൻ ഈ നോമ്പുകാലം തയ്യാറെടുക്കണേ. ഒപ്പം ബലഹീനതയെ ബലമാവുന്ന, ബലവാനെ ബലമായി പിടിക്കുന്ന, വിലപ്പെട്ടവരാകുന്ന ഒരു നോമ്പുകാലം ആകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെ വിശുദ്ധ പിതാവിന്റെ സകല മാലാഖമാരുടെ സകല വിശുദ്ധരുടെ
മാത്യസം നിങ്ങളിൽ ഈ അനുഗ്രഹീത പുണ്യ ഡിസംബർ മാസം മുഴുവനും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ, ഭക്ഷിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമെല്ലാവരും താങ്ക് യു അച്ഛ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഹൃദയ വിചാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ നല്ലൊരു നോമ്പ് കാലത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഇപ്പോ നാളെ നോമ്പ് തുടങ്ങുകയാണ്. ഇതിന്റെ തലേദിവസമാണ് ഇന്ന്. വളരെ ആപ്റ്റ് ആയിട്ട് തന്നെ അച്ഛൻ സംസാരിച്ചു, മെസ്സേജ് തന്നു. ഒത്തിരി വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അച്ഛ. അടുത്തതായി താങ്ക്സ് ഗിവിംഗ് ഗാനത്തിനായി സക്രിയ ചേട്ടനെ ക്ഷണിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. താങ്ക് യു സക്രിയ ചേട്ടാ. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ച എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങൾക്കും, മെന്റേഴ്സിനും, ഇതിലെ സെഷൻ കൈകാര്യം ചെയ്ത എല്ലാ വ്യക്തികൾക്കും, അതിലുപരിയായി ത്രിയേക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ.